നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF-ന് എതിരായി മതന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരായി വോട്ട് ചെയ്ത ന്യൂനപക്ഷങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്തു എന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും UDF രാഷ്ട്രീയ ചതി നടത്തിയെന്നും MA ബേബി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. MA ബേബിയുടെ പ്രതികരണത്തിലേക്ക്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ നടന്നു എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. കേരളത്തിൽ BJP പുതുതായിട്ട് ഒന്നാമത് പിടിച്ചെടുക്കുന്ന മുനിസിപ്പാലിറ്റിയായിട്ട് അവർ കണക്കൂട്ടിയിരുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കാതിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പലരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട്. UDF തന്നെ ചെയ്തത് എന്താ? LDF ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ 10 വർഷം ആയില്ലേ, ഇനിയൊന്ന് മാറട്ടെ അവർ, ഇനി ഞങ്ങളൊന്ന് വരട്ടെ. ഈ വർത്തമാനമാണ് താഴ്ത്തട്ടിൽ അവർ പറഞ്ഞത്. അത് വലിയൊരു രാഷ്ട്രീയമായ ചതിപ്രയോഗമാണ്. ചരിത്ര വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. ചരിത്ര, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം LDF-നെതിരായി ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് CPM-ന് പൊതുവേ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം സമാനമായ പ്രതികരണം ഇന്നലെ LDF കൺവീനറും ന്യൂസ് മലയാളത്തോട് നടത്തിയിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി നടത്തുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. അതുതന്നെയാണ്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ ഏകീകരണം ഇല്ല എന്നതാണ് വിശ്വസിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വ്യക്തമായ കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ കേട്ടതാണ്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഏകീകരണം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം BJP-ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ BJP-ക്ക് അതിലെ BJP നടത്തുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ BJP-യുടെ കയ്യേറ്റങ്ങളിൽ നിന്ന് BJP ആക്രമണങ്ങളൊന്നും രക്ഷിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു പാർട്ടിയാണ്. അതിനെ ന്യൂനപക്ഷങ്ങൾ തള്ളിക്കളയേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ വ്യക്തമായും വിശ്വസിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ വോട്ട് പൂർണ്ണ രൂപത്തിൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാത്ത വോട്ടുകൾ പോലും ഈ തവണ പിണറായി വിജയൻ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത് തന്നെയായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലും വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയും അറിയിച്ചത്. ആ റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് വളരെ വ്യക്തതയോടെ തന്നെ MA ബേബി പ്രതികരിച്ചതും. കാരണം ന്യൂനപക്ഷ ഏകീകരണം അത് ഉണ്ടായ സ്ഥലങ്ങളിൽ ത്രിതല പഞ്ചായത്തിൽ ഉണ്ടായത് കോഴിക്കോടും മലപ്പുറം ജില്ലകളാണെന്നും അതിനുശേഷം തൊട്ടടുത്തുള്ള ജില്ലകളിലേക്കൊന്നും അത്തരത്തിലുള്ള ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ ഈ കോഴിക്കോട് അതേപോലെ തന്നെ ജില്ലകളിൽ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ CPM-ന് നേരത്തെ കിട്ടാതിരുന്ന മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ തുടർഭരണമായിരിക്കും മെയ് 4-ന് ജനങ്ങൾ നൽകുന്ന ഒരു വോട്ടിൽ കൂടി നൽകുന്ന ഒരു അധികാരം തുടർഭരണത്തിന് വേണ്ടിയുള്ളതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതും ബേബി ആവർത്തിക്കുന്നു. ബേബിയെ സംബന്ധിച്ചോളം ബേബി പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളെ കുറച്ച് കാണിക്കാൻ UDF തയ്യാറായിട്ടില്ല. അതിന് പകരം 10 വർഷം ഭരിച്ചില്ലേ, ഇനി ഞങ്ങൾ ഭരിച്ചോട്ടെ എന്നുള്ള ആ തരത്തിൽ ചില വോട്ടർമാരെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം ചില വോട്ടർമാരെങ്കിലും സ്വാധീനിച്ചിരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് 10 വർഷം ധരിച്ചൊരു ഭരണത്തോട് ഭരണവിരുദ്ധ വികാരമല്ല, പക്ഷേ തങ്ങൾ 10 വർഷം അവർ ഭരിച്ചില്ലേ, ഞങ്ങൾക്ക് കൂടി 10 വർഷം ഒരു 5 വർഷം അവസരം തരൂ, അത്തരമുള്ള അത്തരമൊരു ചതിക്കുഴിയിൽ കൂടിയാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത്. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ കോട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടല്ല പ്രചരണം നടത്തിയത്. താഴെത്തട്ടുള്ള പ്രചരണം മുഴുവൻ 10 വർഷം ഭരിച്ചില്ലേ, ഒരു തവണ ഞങ്ങൾക്ക് അവസരം തരൂ, ആ തരത്തിലുള്ള അപേക്ഷ കണക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകർ വോട്ടർമാരെ സമീപിച്ചത്. ഇതൊരു ചതി പ്രയോഗമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും അതിൽ ചില വോട്ടർമാർ ശരി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായി ഒരു മതന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPIM-നും MA ബേബി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.